ട്രെൻഡ് ഔട്ട് ആയതിന് ശേഷമാണോ ഇപ്പോൾ ഈ മഞ്ചാടിക്കുരു ആംഗ്ലറ്റ് ആയിട്ട് വന്നിരിക്കണേ? എങ്ങനെ തോന്നുന്നുണ്ടോ? ട്രെൻഡിലുള്ള സമയത്ത് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ കുറേ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് എനിക്കതിൽ ചെയ്യാനുള്ള ത്രെഡ് കിട്ടിയത് മെഷീൻ റെഡിയാക്കാൻ വേണ്ടി പോയപ്പോൾ. അപ്പോൾ ഇത് ചെയ്യാനും അവൾക്കത് കിട്ടാനുമുള്ള സമയമായത് ഇപ്പോഴാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കറണ്ടില്ല, രാവിലെ കറണ്ട് പോയതാണ് കേട്ടോ. മെഷീൻ ഇന്നലെ റെഡിയാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു നിവൃത്തിയില്ല, കറണ്ട് എപ്പോൾ വരുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ സമയം വെറുതെ കളയണ്ടല്ലോ, ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ പിന്നെ പ്രൊട്ടക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ 5 മഞ്ചാടി വെച്ചിട്ട് ത്രെഡിൽ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ത്രെഡിൻ്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 13.25 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ എന്നിട്ട് ഞാൻ ആ എൻഡിൽ ഒരു ചെറിയ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കെട്ടഴിയരുത്, എന്നാൽ കുറച്ച് ത്രെഡ് എക്സ്ട്രാ കിടക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു നോട്ട് ഇട്ടിട്ട് ആ ഒരു മഞ്ചാടിക്കുരു വെച്ച് പിന്നെ അതിനൊന്ന് ഒരു കെട്ടും കൂടെ ഇട്ട് സെക്യൂർ ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്തെ എൻഡിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പാറ്റേൺ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളൊരു പാറ്റേൺ. നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും, പല മോഡലും കണ്ടിട്ടുണ്ടാവും. ഏത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതാ ഈ ഒരു നോട്ട് ഇട്ടിട്ട് ഇതിനെ ഞാനിവിടെ സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പിടിക്കണം. കാരണം സെൻറ്ററിൽ 3 മഞ്ചാടിക്കുരു ഉണ്ടല്ലോ, അതും അവിടെ നിന്ന് ഓടി കളിക്കാൻ പാടില്ല. അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ പിടിച്ചിട്ട് ആ കൈൻ്റെ അവിടെ ടൈറ്റാക്കി പിടിക്കണം കേട്ടോ. അവിടെ നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ആ കൈ ഞാൻ അവിടെ നിന്ന് മാറ്റുന്നേ ഇല്ല, സെൻറ്റർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ആ നോട്ടിനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കൈവിടാം. ഈ 3 മഞ്ചാടിക്കുരു ഇപ്പുറത്തേക്ക് ആക്കിയിട്ട് ഇവിടെ എന്താവും ഇങ്ങനൊരു കെട്ടിട്ട് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിക്കോളൂ കേട്ടോ. ഇത് കോട്ടൺ വാക്സ് ത്രെഡാണ് കേട്ടോ. റോളായിട്ടൊക്കെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് റോളായിട്ട് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇത് അവൈലബിൾ ആവണമെന്ന് വരെ വെയിറ്റ് ചെയ്തത് കേട്ടോ. ഇതൊരു മീറ്ററിന് നിസ്സാര പൈസയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആംഗ്ലറ്റ് ഒരു സ്ലൈഡിങ് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഈ നോട്ട് ഇടുന്നതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എന്താ അതിൻ്റെ ലെഫ്റ്റ് എൻഡാണ് എൻ്റെ വിരലിൻ്റെ മീതേക്ക് വെച്ചിരിക്കുന്നത്, റൈറ്റ് എൻഡ് താഴെയാണ്. എന്നിട്ട് വിരലിൽ 2 ചുറ്റി എടുത്തിട്ട് അതേ എൻഡിലെ മഞ്ചാടിക്കുരു വെച്ചിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അതൊന്ന് ടൈറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണണേ. അല്ലെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നോട്ട് ഇടുന്നത് മാത്രമായിട്ട് കാണിക്കാൻ റെഡിയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ഓക്കെ, ആംഗ്ലറ്റ് റെഡി ആയിട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണില്ലേ ഇത് ചെറുതാണല്ലോ എന്ന്? കസിനുള്ളതല്ലേ, പിന്നെ ഇത് ചെറുതാണല്ലോ എന്ന്. അതെ, ഇത് ചെറുതാണ്, ഇതെൻ്റെ കുട്ടിക്കുള്ളതാണ്. ഇവിടെ ഗണപതിക്ക് വെച്ചിട്ട് എന്തും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടെ മൂട്ടാനടി നടക്കും. ഞാൻ രണ്ടാമത് വെച്ചതാണ് കേട്ടോ എൻ്റെ കസിനുള്ളത്. അപ്പോൾ അതിൻ്റെ കോട്ട് ലെങ്ത്ത് 16 ഇഞ്ച് എടുക്കണം കേട്ടോ. മറ്റേതിൻ്റെ 13.25 ഇഞ്ചും. ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്